കൃഷ്ണദാസും അദ്ദേഹത്തിൻ്റെ ഭാര്യ അഞ്ജലിയും ഈ വീട് നിർമ്മിക്കുന്ന ആവശ്യത്തിനായിട്ട് ഞങ്ങളെ വന്ന് കാണുമ്പോൾ അവർ ആദ്യമായിട്ട് ഞങ്ങൾക്ക് തന്നൊരു ബ്രീഫിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ പഴയ മനകളൊക്കെ പോലെ തോന്നുന്ന ആ ഒരു ഡിസൈൻ ശൈലി പിന്തുടരുന്ന, അതായത് അവർ ഉദ്ദേശിച്ചത് കേരളത്തിൻ്റെ ട്രഡീഷണൽ ടെമ്പിൾ ആർക്കിടെക്ചറിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു വീടാണ് അവരുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു സ്വപ്നം. അപ്പോൾ അതിനുശേഷമാണ് ഞങ്ങൾ ഈ പ്ലോട്ട് പോയി കാണുന്നത്. അപ്പോൾ ഈ പ്ലോട്ട് പോയി കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കുണ്ടായ ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് പറയുന്നത്, ഒന്ന്, ഈ പ്ലോട്ടിൻ്റെ 3 വശങ്ങളിലും റോഡാണ്. അപ്പോൾ ഈ 3 വശങ്ങളിൽ നിന്നുള്ള റോഡുകളിൽ നിന്നുള്ള പ്രൈവസി ഈ വീടിന് കൊണ്ടുവരിക. അതുപോലെ തന്നെ 35 സെൻറ്റ് സ്ഥലം ഉണ്ടെങ്കിൽ കൂടെ നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ ലെങ്തി ആയിട്ട് ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിൽ വളരെ നാരോ ആയിട്ടുള്ള ഒരു പ്ലോട്ടായിരുന്നു. അപ്പം ഈ ഒരു പ്ലോട്ടിൽ ഒരു ഒറ്റ ഫ്ലോറിൽ തന്നെ ഇവരുടെ റിക്വയർമെൻറ്റുകളെല്ലാം തന്നെ വരികയും ചെയ്തു. അപ്പോൾ ഇതെല്ലാം കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്തൊരു പ്ലാനിൽ അവർക്ക് കൊടുക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം ആദ്യത്തെ ഒരു ചലഞ്ച്. അതിൻ്റെ എലിവേഷൻ ചെയ്യുന്ന സമയത്ത് കേരളത്തിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള ആ ഒരു ആർക്കിടെക്ചർ ഫീല് നമുക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ എക്സ്റ്റീരിയൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു വുഡ് വൈറ്റ്, അതുപോലെ തന്നെ ഒരു ക്ലേ കോമ്പിനേഷൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ റൂഫിങ്ങിൽ ഉപയോഗിച്ചിരിക്കുന്ന ക്ലേ റൂഫിംഗ് ടൈൽ ആണെങ്കിലും ഇതിൻ്റെ വാൾസിൽ ഉപയോഗിച്ചിരിക്കുന്ന ലാറ്ററൈറ്റ് ഫിനിഷ് ആണെങ്കിലും എല്ലാം തന്നെ ഇതിന് ആ ഒരു ട്രഡീഷണൽ കേരള ആർക്കിടെക്ചറിൻ്റെ ഒരു ഫീല് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ വരാന്തയിൽ കൊടുത്തിരിക്കുന്ന റൗണ്ട് പില്ലേഴ്സും അതുപോലെ തന്നെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പാനലിങ്ങുകൾ, ഇതിൻ്റെ മെയിൻ ഡോർ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അത് ഞങ്ങളുടെ കയ്യിൽ നിന്നുള്ള കോൺട്രിബ്യൂഷനേക്കാൾ ഉപരി അതിൻ്റെ ഹൗസ് ഓണറുടെ വൈഫ് അഞ്ജലി മാഡത്തിൻ്റെ ഒരു പ്രത്യേക താല്പര്യപ്രകാരമാണ് ആ ഒരു കല്ലിൽ തീർത്ത ഒരു മെയിൻ ഡോർ ആ വീടിന് വെച്ചത്. ഏകദേശം 4500 സ്ക്വയർ ഫീറ്റോളം ഉള്ള ഈ വീട്ടിൽ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഇതിൻ്റെ മേജർ ആയിട്ടുള്ള പോർഷൻസ് എല്ലാം തന്നെ വരുന്നത്. അതായത് 4 ബെഡ്റൂം, ഫോമൽ ലിവിങ്, ഫാമിലി ലിവിങ്, അതുപോലെ തന്നെ ഡൈനിങ്, കിച്ചൺ, സെർവൻസ് റൂം മുതലായ എല്ലാ കാര്യങ്ങളും തന്നെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് വരുന്നത്. എക്സ്റ്റീരിയറിൽ കേരളത്തിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ശൈലിയാണ് ഫോളോ ചെയ്തിരുന്നെങ്കിൽ കൂടി ഇൻറ്റീരിയറിലേക്ക് നമ്മൾ പോയപ്പോൾ കേരളത്തിൻ്റെ ട്രഡീഷണൽ ശൈലിയോടൊപ്പം നിൽക്കുകയും എന്നാൽ മോഡേൺ ആയിട്ടുള്ള എല്ലാ അമെനിറ്റീസും ഇതിനകത്ത് ഉൾപ്പെടുത്തുവാനായിട്ട് ശ്രമിച്ചു. തന്നെയല്ല, ഈ വീടിൻ്റെ ഒരു പ്ലാനിങ്ങിൻ്റെ സമയത്ത് നമ്മളെ ഇതിൻ്റെ ഒത്ത നടുവിലായിട്ടുള്ള ഒരു സ്വിമ്മിംഗ് പൂളിനെ അഡ്രസ്സ് ചെയ്തിട്ടാണ് ഇതിൻ്റെ എൻ്റെ റൂമുകളുടെ എല്ലാ ഓറിയൻറ്റേഷൻ കൊടുത്തിട്ടുള്ളത്. എനിക്ക് പേഴ്സണലി ഈ വീട്ടിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്പേസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഫാമിലി ലിവിങ്, ഓപ്പൺ കിച്ചൺ, ഡൈനിങ്, അതുപോലെ തന്നെ ആ പൂളും ഒക്കെ ചേർന്ന് വരുന്ന ആ ഒരു സ്പേസാണ് ഒരു ഫീൽ ഗുഡ് തരുന്ന ഒരു നല്ല സ്പേസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്.
അതുപോലെ തന്നെ ഈ വീടിൻ്റെ സൗത്ത് സൈഡിൽ കൊടുത്തിരിക്കുന്ന ഒരു വളരെ വലിയ ഡബിൾ ഹൈറ്റിൽ പോകുന്നൊരു ഡോർ കം വിൻഡോ. ആക്ച്വലി ഇതൊരു എസ്തെറ്റിക്കൽ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമല്ല അങ്ങനെ ഒരു വിൻഡോ അവിടെ കൊടുത്തത്. സൗത്ത് സൈഡിൽ നിന്ന് വരുന്ന കാറ്റിനെ കൃത്യമായിട്ട് ടാക്കിൾ ചെയ്ത് ഈ വീടിൻ്റെ ഉള്ളിൽ എത്തിക്കാനായിട്ടും ഈ വീടിൻ്റെ ചൂട് വെന്റിലേഷൻസ് കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് അത്തരം ഒരു വിൻഡോ ആ സൈഡിൽ പ്ലേസ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിച്ചത്. ട്രഡീഷണൽ ആയിട്ടുള്ള കേരളത്തിൻ്റെ ആർക്കിടെക്ചർ ശൈലി റിഫ്ലക്റ്റ് ചെയ്യുന്നതായിരിക്കണം തങ്ങളുടെ വീട് എന്നുള്ളത് ഓണർ അതികഠിനമായിട്ട് ആഗ്രഹിച്ചത് കൊണ്ടാണ് ഒരു പക്ഷേ ഇത്രയും നല്ലൊരു വീട് നിർമ്മിക്കാനായിട്ട് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യാനായിട്ട് ഞങ്ങളെ കൊണ്ട് സാധിച്ചത്. അപ്പം ആക്ച്വലി നമ്മുടെ നാട്ടിൽ സംരക്ഷിക്കപ്പെടേണ്ട ചില ഡിസൈൻ ശൈലികൾ ഈ കാലഘട്ടത്തിലും ചില ആൾക്കാർ അതിനു വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയും അതിനോടൊപ്പം നിൽക്കാൻ ഞങ്ങൾക്ക് സാധിക്കുകയും ചെയ്തു എന്നുള്ളത് തന്നെയാണ് ഈ വീടിനെ സംബന്ധിക്കുന്നിടത്തോളം ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം തരുന്നൊരു കാര്യം.